1, 2, 3. Hi guys. ഗൈസ്, ഞങ്ങളിപ്പോൾ കൊച്ചിൻ ഇൻ്റർനാഷണൽ എയർപോർട്ടിലാണ്, സിയാലിലാണുള്ളത്. ഞങ്ങൾ കുറേ വ്ളോഗിൻ്റെ കാര്യമൊക്കെ പറഞ്ഞില്ലേ, ഞങ്ങളപ്പോൾ ഫൈനലി എയർപോർട്ടിലെത്തി. ഞങ്ങളിപ്പോൾ ഇവിടെ നിന്ന് എല്ലാ പ്രൊസീജിയേഴ്സൊക്കെ കഴിഞ്ഞിട്ട് വെയിറ്റ് ചെയ്യാണ്. നമ്മുടെ കൂടെ വരുന്നത് സ്നേഹ, ആർദ്ര, അനഘ, ഒലീവിയ ആൻഡ് റിസ. ഞങ്ങൾ 6 പേരും കൂടെ കൂടിയിട്ട് ഗേൾസ് ട്രിപ്പാണ് പോകുന്നത്. എന്താണ് ഗൈസ് നമ്മളെവിടെ പോകുന്നത്? ബാലി. അതെ അതെ. നമ്മൾ അപ്പോൾ ഇവിടെ നിന്ന് നമുക്ക് ലേ ഓവർ ഉണ്ട്. ലേ ഓവർ സിംഗപ്പൂരാണ്. അവിടെ ഇറങ്ങിയിട്ട് വേണം പോകാനായിട്ട്. അപ്പോൾ ഞങ്ങളിവിടെ 2 hours വെയിറ്റ് ചെയ്യണം. ഒരുത്തി ഇവിടെ ഫോൺ വിളിച്ചുകൊണ്ടിരിക്കുന്നു, മറ്റൊരാൾ അമ്മേനെ വിളിച്ചുകൊണ്ടിരിക്കുന്നു. ആൻഡ് ഇത് ഞങ്ങളുടെ ഒരു സബ്സ്ക്രൈബറാണ്. ഐ നോ ആരും വീഡിയോ കണ്ടില്ലെങ്കിലും ഒളിയുടെ അമ്മ എൻ്റെ വീഡിയോ കാണുമെന്ന്. പിന്നെ അതിന് ശേഷം അനഘയുടെ അനിയനും കാണും. റിസ അങ്ങേ അറ്റത്തിരിക്കുന്നുണ്ട്. അപ്പം ഞങ്ങളിവിടെ ഡോണറ്റ്സ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഡോണറ്റ്സ് എവിടെ നോക്കു വാങ്ങിച്ചേ? ഞങ്ങളിപ്പോൾ ബോർഡ് ചെയ്യാൻ പോവാണ്. ഫ്ലൈറ്റ് 10 minute ഡിലേ ആയിരുന്നു. അപ്പം ഞങ്ങളിനി ഫ്ലൈറ്റിൽ കയറിയിട്ട് കാണിക്കാൻ പറ്റുമെന്നൊന്നും അറിയത്തില്ല. എനിക്ക് തോന്നുന്നു ഇപ്പോൾ വന്ന കോള് നമുക്ക് വേണ്ടിയിട്ടുള്ളതെന്ന് തോന്നുന്നു. ഇവിടെ എല്ലാവരും ഉറങ്ങി ചാവാറായാണ് ഇരിക്കുന്നത്. നമുക്കിനി നോക്കാം. നിങ്ങൾക്ക് ബാക്ക്ഗ്രൗണ്ട് കേൾക്കാൻ പറ്റുന്ന ബോർഡിങ് കോളാന്ന് തോന്നുന്നു. ബോർഡിങ് ഗേറ്റ് കടന്നു. ഞങ്ങളിനി ഫ്ലൈറ്റിലേക്ക് പോവാണ്. ഞങ്ങൾ രണ്ടുപേരും മാത്രം ഗ്രൂപ്പ് 4ലായിരുന്നു. എനിക്ക് തോന്നുന്നു ഓരോ ഘട്ടമായിട്ട് ബോർഡിങ് ചെയ്യുന്നതാണ്. ഇനിയും ഞങ്ങൾ ഇരിക്കുന്ന സീറ്റ് വേറെ വേറെ. ഇപ്പോൾ ഫ്ലൈറ്റിലേക്ക് കയറാൻ പോവാണ്. എൻ്റെ ഫസ്റ്റ് ഫ്ലൈറ്റാണ്. സോ ഐ എം സോ എക്സൈറ്റഡ്. അറിയത്തില്ല, എല്ലാം ഓക്കെ ആയിട്ട് പോയാൽ മതിയായിരുന്നു. അപ്പോൾ ഞങ്ങളിനി സിംഗപ്പൂരൊക്കെ എത്തിയിട്ടോ അല്ലെങ്കിൽ ഇതിനുള്ളിൽ കയറിയിട്ട് എങ്ങനെയാണെന്ന് നോക്കിയിട്ട് കാണിക്കാം. വെൽക്കം ചെയ്യാൻ അവിടെ ആൾക്കാർ നിൽക്കുന്നുണ്ട്. ഞങ്ങൾ സിംഗപ്പൂർ എയർലൈൻസിലാണ് പോകുന്നത്. താങ്ക് യു. എനിക്ക് വിൻഡോ സീറ്റ് കിട്ടി. ഞാനും മീനും ഇപ്പോൾ കയറിയിരുന്നു. ഞാനും മീനും സെയിം ഗ്രൂപ്പായിരുന്നു. ഇവിടുത്തെ എയർ ഹോസ്റ്റസൊക്കെ നല്ല സുന്ദരികളായിട്ടുണ്ട്. ആൻഡ് ഞങ്ങൾക്ക് ഇവിടത്തെ കണ്ടോ ബ്ലാങ്കറ്റൊക്കെ കിട്ടി. എനിക്ക് തോന്നുന്നു സിംഗപ്പൂർ എയർലൈൻസ് ആയതുകൊണ്ടാണ് ബ്ലാങ്കറ്റ് കിട്ടിയത് എന്ന്. ആൻഡ് ഇവിടെ പാസ്വേഡിനും എന്തൊക്കെ ഓപ്ഷൻ ഉണ്ട്. ഞാൻ ആദ്യമായിട്ട് വൈഫൈ ഉണ്ടെന്ന് അറിയണത്. മേ ബി സിംഗപ്പൂർ എയർലൈൻസിൻ്റെ സ്പെഷ്യാലിറ്റി ആയിരിക്കും. ഉഗുവും അനഘയൊക്കെ വരുന്നുണ്ട്. അവരൊക്കെ അടുത്ത ഗ്രൂപ്പായിരുന്നു. ഞങ്ങളിപ്പോൾ ഓൾറെഡി ഇവിടെ കയറി ഇരുന്നുകൊണ്ടാണ് ഞങ്ങളിപ്പോൾ വൈഫൈ കണക്ട് ചെയ്യുന്ന മെത്തേഡ്സ് ഒക്കെ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. മീനും അപ്പുറത്തിരിക്കുന്നുണ്ട്. ഗൈസ്, ഫ്ലൈറ്റ് എടുക്കാൻ പോവാണ്. ഞങ്ങളെല്ലാവരും ഇവിടെ ഇരിക്കുന്നുണ്ട്. ഞങ്ങളുടെ തൊട്ടടുത്തൊരു സെലിബ്രിറ്റി ഉണ്ട്, അപർണ തോമസ്. ഞാനപ്പോൾ ഇത് ലോഗിൻ ചെയ്യാനൊക്കെ ശ്രമിക്കുകയായിരുന്നു. എനിക്കെന്തോ എറർ കാരണം ഇത് ലോഗിൻ ചെയ്യാൻ പറ്റുന്നില്ല. ഐ തിങ്ക് ഞാനിത് എന്തോ ലിങ്കൊക്കെ ചെയ്യണം. എന്തോ ഫ്ലൈറ്റിലെ വൈഫൈയുടെ. ഗൈസ്, ഞങ്ങളിപ്പോൾ 4 hours സിംഗപ്പൂർ എത്തും. ഇന്നത്തെ ഉറക്കവും പോയി എന്നാണ് എൻ്റെ അർത്ഥം. അത് കഴിഞ്ഞിട്ട് വിത്തിൻ 1 hour വിൽ ഗോ ടു ബാലി. സോ ബാലി ആൻഡ് ഇവിടെ ടൈം ഡിഫറൻസ് ഉണ്ട്. എന്ന് വെച്ചാൽ ഇന്ത്യയായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ 2 hours ഡിഫറൻസ് ഉണ്ട്. ഞാൻ 2 hours ahead. ഗൈസ്, അതൊക്കെ ബാലിക്കല്ല, മൂന്നാർക്ക് പോണേന്നാണ് പറയുന്നത്. ഞാൻ പൊട്ടിച്ചത് അനഘയുടെ ബർത്ത്ഡേ ആണ്. ഹാപ്പി ബർത്ത്ഡേ അനഘ, ഹാപ്പി ബർത്ത്ഡേ. ഹാപ്പി ബർത്ത്ഡേ. അനഘ ബർത്ത്ഡേ ആണ്. പക്ഷെ അവളുണ്ടല്ലോ ഗൈസ്, ബാലിക്കല്ല പോണേ, ഫ്ലൈറ്റിലേക്ക് പോകും. ഫ്ലൈറ്റിൽ ഫുഡ് കിട്ടി. ഇതെന്തോ ബണ്ണുണ്ട്, യോഗട്ട് ഉണ്ട്. ഇത് വെള്ളമാണ്. വെള്ളം കണ്ടോ, ഇതിനകത്താണ് തന്നിരിക്കുന്നത്. പിന്നെ ഇത് കേക്കുണ്ട്. പിന്നെ ഇത് വേറെ എന്തോ സംഭവം. പിന്നെ പപ്പടുണ്ട്. പിന്നെ ഇത് എനിക്ക് തോന്നുന്നു കൈൻഡ് ഓഫ് സോസാണ്. പിന്നെ
ചിക്കൻ പാസ്ത ഉണ്ടായിരുന്നു, അത് ഒരെണ്ണം ഉള്ളതുകൊണ്ട് ഞാൻ ഫിഷ് കറി മീൽസാണ് പറഞ്ഞത്. ഇതെങ്ങനെ ഉണ്ടാവുമെന്ന് എനിക്ക് അറിയത്തില്ല. ലെറ്റ്സ് സീ ഗൈസ്. ഞങ്ങൾക്ക് ഫിഷ് കറി മീൽസ് കിട്ടിയെന്ന് പറഞ്ഞല്ലോ. ഇതിനകത്ത് ഫിഷ് കറി മീൽസ് ഓക്കെ പോലെയാണ്, ബാക്കിയുള്ള കാര്യങ്ങൾ ട്രൈ ചെയ്യണം. പക്ഷെ ഞങ്ങൾക്ക് ലാസ്റ്റായിരുന്നു സീറ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതുകൊണ്ട് ചിക്കൻ പാസ്ത തീർന്നു പോയതാണ്. ഞങ്ങളിപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇന്ത്യയിൽ നിന്ന് ഞങ്ങൾ ശ്രീലങ്ക പോയിട്ട് ഇപ്പോൾ ഞങ്ങൾ സിംഗപ്പൂർക്ക് ഫ്ലൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സമയം എത്രയാണ് ഗൈസ്? സമയം 12 നമ്മുടെ നാട്ടിലായി. പിന്നെ നിങ്ങൾക്ക് ഫ്ലൈറ്റിൽ ട്രാവൽ ചെയ്യുന്നവർക്ക് അറിയായിരിക്കും, ലൈക്ക് ഈ സിമ്പിൾ ഉണ്ടെങ്കിൽ നമ്മൾ സീറ്റ് ബെൽറ്റ് ഇടണം. ഞങ്ങൾ സീറ്റ് ബെൽറ്റിലൊക്കെ ഇട്ടിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ അവിടെ ഇരുന്ന് എല്ലാവരും ഫുഡ് കഴിക്കുന്നുണ്ട്. ഓക്കെ, കിട്ടിയൊരു കേക്കാണ്. ഇതെങ്ങനെയുണ്ടെന്ന് നോക്കണം. പിന്നെ ഇത് ഓറഞ്ച് ജ്യൂസ്, പിന്നെ ബാക്കിയെല്ലാം എന്താണ്ടൊക്കെ കഴിച്ചു. വെള്ളം ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നല്ലോ. ഇതിന് എങ്ങനെയുണ്ടെന്ന് നോക്കണം. എങ്ങനെയുണ്ടോ? ചീസ് കേക്ക് ആണോ? ടേസ്റ്റ് ഉണ്ടോ? ബ്ലൂബെറിയാ? ഗൈസ്, ഇതൊരു ചാട്ടാണ്. ഇത് നന്നായിട്ടുണ്ട്, നല്ല ടേസ്റ്റ് ഉണ്ട്. നമ്മളിപ്പോൾ ചീസ് കേക്ക് ട്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സോ എനിക്ക് ബ്ലൂബെറി ഫ്ലേവർ അത്രയ്ക്ക് ഇഷ്ടമല്ല. ഫ്ലൈറ്റ് ലേറ്റ് ആയിരുന്നു. ഞങ്ങളിപ്പോൾ ഓടിക്കൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾക്ക് ഇമ്മീഡിയറ്റ്ലി ബോർഡ് ചെയ്യണം അടുത്ത ഫ്ലൈറ്റിന് വേണ്ടിയിട്ട്. ഇതിപ്പോൾ സിംഗപ്പൂർ എത്തി. നമ്മളിപ്പോൾ ഏതോ ടെർമിനലിൽ ഇറങ്ങി. എന്നിട്ട് ഇപ്പോൾ ഏതോ ടെർമിനലിലേക്ക് നമ്മൾ ഇതിലൂടെ ഓടിക്കൊണ്ടിരിക്കുക. T1 എങ്ങോട്ട് പോന്നു? ഗൈസ്, ഈ സിംഗപ്പൂർ എയർപോർട്ടിൽ ഒരു ഇന്നത് നടക്കാനുണ്ട്. ഇവിടുത്തെ ഷോപ്സും ഉണ്ട്. ഞങ്ങൾ അറിയില്ല എത്തുമെന്നുള്ളത്. എല്ലാവരും നടക്കുന്നുണ്ട് വേഗം. ഞങ്ങളിപ്പോൾ വന്നിരിക്കുന്ന എയർപോർട്ട് സിംഗപ്പൂർ ആയതുകൊണ്ട് ഒരു ടെർമിനലിൽ നിന്ന് മറ്റ് ടെർമിനലിൽ പോകാൻ വേണ്ടി നമുക്ക് ട്രെയിൻ എടുക്കണം. ഇപ്പോൾ ഒരു ട്രെയിൻ ഞങ്ങൾക്ക് മിസ്സായി. ഇനി അടുത്ത ട്രെയിൻ 2 മിനിറ്റ്സിലാണ്. എന്താണെങ്കിലും മീനൊരു മൂത്രം ഒഴിക്കാൻ പറ്റിയിട്ട് രക്ഷയില്ല. ഫ്ലൈറ്റ് മുള്ളുന്നൊക്കെയാണ് പറഞ്ഞേക്കണത്. ഗൈസ്, ഞങ്ങളിപ്പോൾ സ്കൈ ട്രെയിനിൽ കയറി അടുത്ത ടെർമിനലിലേക്ക് പോകാൻ വേണ്ടിയിട്ട്. ഹൈറിസ, ഒളിയനക, സ്നേഹ, മീനു അവിടെ നോക്കി നിൽക്കുന്നുണ്ട്. എയർപോർട്ടിൽ ഇരുന്ന് എഴുതുന്നു, വായിക്കുന്നു, വരയ്ക്കുന്നു. അവരുടെ കയ്യിൽ ഫോണും ഉണ്ട്. ഈ ചെറിയ പിള്ളേരുടെ കയ്യിൽ ഫോണും ഉണ്ട് ഗൈസ്. നമ്മളിപ്പോഴാണ് ഫോണൊക്കെ മര്യാദയ്ക്ക് ഉപയോഗിച്ച് തുടങ്ങിയത്. ഇനിയിപ്പോൾ 2-2.5 മണിക്കൂർ അടുത്ത യാത്രയുണ്ട്. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ എത്തുന്നതായിരിക്കും. ടയർഡാണോ? ഫ്ലൈറ്റിൽ ഉറങ്ങിയോ? യെസ്, നമുക്കൊരു കുട്ടി നമ്മളെ നോക്കുന്നുണ്ട്. പക്ഷെ ഫ്രണ്ട് സ്ക്രീൻ എനിക്ക് സൂം ചെയ്യാൻ പറ്റത്തില്ല. അവൾ നോക്കുന്നില്ല ഇപ്പോൾ. ഞങ്ങൾ വന്ന ഫ്ലൈറ്റിലായിരുന്നു. അപർണ ഉണ്ടായിരുന്നു, അപർണ, ജീവ മറ്റേ. പക്ഷേ പിന്നെ എനിക്ക് തോന്നുന്നു ഫ്ലൈറ്റ് മാറി എന്ന് തോന്നുന്നു. 2 ഫ്ലൈറ്റ് ഉണ്ട് കിടന്നത്. സോ പുള്ളിക്കാരി വേറെ ഫ്ലൈറ്റിലാണെന്ന് തോന്നുന്നു. കഴിക്കാൻ വേണ്ടിയിട്ട് കിട്ടിയത് ഇതാണ് ക്രോസോൺ, പിന്നെ ചിപ്സും, പിന്നെ വെള്ളം. ബഡ്ജറ്റ് സിംഗപ്പൂർ എയർലൈൻസിന് ബഡ്ജറ്റ് എയർലൈൻസിലാണ്. സ്കൂട്ട് എന്നാണ് എൻ്റെ പേര്. ഈ ഫ്ലൈറ്റിൽ കണ്ടോ, നമുക്ക് ഈ സൈഡിലുണ്ട്, നടുക്കുണ്ട്, അപ്പുറത്തെ സൈഡിലുണ്ട്. നല്ല രസമുണ്ട്. എല്ലാവരും നല്ല ഉറക്കമാണ് ഫ്ലൈറ്റിൽ. ഞങ്ങളുടെ ഇപ്പോൾ സോൺ ബാലിയിൽ ലാൻഡ് ചെയ്യാൻ പോവാണ്. ഭയങ്കര ടയേർഡാണ്. കുറേ ഒക്കെ എങ്ങനെയൊക്കെയോ ഉറങ്ങിയിട്ടാണ്. ഇനിയിപ്പോൾ ഹോട്ടൽ റൂമിൽ ചെന്നിട്ട് അറിയാം എങ്ങനെയായിരിക്കും എന്ന്. ബാലിയിൽ എത്തിയിരിക്കുകയാണ്. ബാലിയിൽ വന്നതിന് ഫസ്റ്റ് എല്ലാവരും ചെയ്യേണ്ട കാര്യമാണ് ഹെൽത്ത് ഡിക്ലറേഷൻ. അത് ഞങ്ങളിപ്പോൾ ചെയ്തു. എന്നിട്ട് ആ QR കോഡ് നമ്മൾ പുറത്ത് കാണിച്ചാലാണ് നമുക്ക് പോകാനായിട്ട് പറ്റത്തുള്ളൂ. എങ്ങനെയുണ്ടായിരുന്നു ഫ്ലൈറ്റ് എക്സ്പീരിയൻസ്? നല്ല രസമുണ്ട്. എന്തൊക്കെ കണ്ടു?
ഉറങ്ങി കുറെ നേരം. ഏത് ഫുഡാണ് ഇഷ്ടപ്പെട്ടത്? ഞാൻ ഒട്ടും എക്സ്പെക്ട് ചെയ്തില്ല നമുക്ക് വീണ്ടും ഫുഡ് കിട്ടുമെന്ന്. ആക്ച്വലി കുറേ ഫുഡ് നമുക്ക് കിട്ടി. പിന്നെ ഗൈസ്, നിങ്ങളിവിടെ വന്നിറങ്ങി കഴിഞ്ഞാൽ നിങ്ങളുടെ കയ്യിൽ പൈസ എന്തോ മോർ ദാൻ $100 ഉണ്ടെങ്കിൽ നിങ്ങൾ കസ്റ്റം ഡിക്ലറേഷനും ചെയ്യണം. അപ്പോൾ ഇനി ആ കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് ഞങ്ങൾ ഗൈഡായിട്ട് ഇനി കോണ്ടാക്റ്റ് ചെയ്യണം. പുള്ളി മെസ്സേജ് അയച്ചിട്ടുണ്ട്, ഇനി അതൊക്കെ എടുത്ത് നോക്കണം. സോ ഫൈനലി കുറേ നാളുടെ പ്ലാനിന് ശേഷം ഞങ്ങൾ ബാലിയിലെത്തിയിരിക്കുകയാണ്. ഞങ്ങളുടെ ഫസ്റ്റ് ഇൻ്റർനാഷണൽ ഗേൾസ് ട്രിപ്പ്. ഉഗുരു ഉഗാണ്ടൻ ഡാൻസ് കളിക്കൂ. 2 ഡിക്ലറേഷൻ ചെയ്തു. ഒന്ന് ഇമിഗ്രേഷൻ പ്രോസസ്സ്, പിന്നെ അതിനുശേഷം കസ്റ്റം ഡിക്ലറേഷൻ. അത് കഴിഞ്ഞിട്ട് ഞങ്ങളിവിടെ അടുത്ത പ്രോസസ്സിന് വേണ്ടി നിൽക്കുക. അപ്പോൾ കസ്റ്റം കോഡ് കാണിച്ചിട്ട് ഞങ്ങൾക്ക് ഇവിടെ നിന്ന് പോകണം. ഇവിടെ എത്തിയിരിക്കുകയാണ്. ഫൈനലി എല്ലാ പ്രൊസീജിയേഴ്സും കഴിഞ്ഞിട്ട് ഞങ്ങൾ ഞങ്ങളുടെ ഗൈഡിന് വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ്. സർക്കിൾ കെ ഒഴിച്ച് ബാക്കി എല്ലാം ഞങ്ങൾ കണ്ടിട്ടുണ്ട്. ഇതിനകത്ത് എവിടെയെങ്കിലും ഗ്രൂവ് ഉണ്ടെങ്കിൽ അതാണ് ഞങ്ങളുടെ നോക്കണം. സർക്കിൾ കെയുടെ അടുത്തായിട്ടാണ് എന്നുള്ള രീതിയിലാണ് കാണുന്നത്. നോക്കട്ടെ, ഇതെല്ലാവരും ഒരുപോലെ ഇരിക്കുന്നതുകൊണ്ട് മനസ്സിലാവുന്നില്ല. ഞങ്ങളുടെ ചേട്ടൻ്റെ പേര് ആഷിഫ് എന്നാണ്. ഗൈസ്, ഞങ്ങളുടെ ഏട്ടായി അവിടെ ഞങ്ങളെ നോക്കി ഇരിക്കുന്നുണ്ട്. അതാണ് ആള് ഞങ്ങളെ കണ്ടിട്ടില്ല. യെസ്, ഇതാണ് ഞങ്ങളുടെ ഇവിടുത്തെ ഗൈഡ് ആസിഫ്. ഹലോ, വെൽക്കം ടു ബാലി. ഞങ്ങൾക്കിവിടെ ഒരു ഗ്രാൻഡ് വെൽക്കമാണ് തന്നിരിക്കുന്നത്. ഡ്രീംഫിൽ ഹോളിഡേയ്സ്. ഇത് ഞങ്ങളൊട്ട് എക്സ്പെക്ട് ചെയ്തില്ല. നല്ല രസമുണ്ടായിരുന്നു. പിക്ക് ചെയ്യാൻ വന്നു. ഞങ്ങളിപ്പോൾ കാറിൽ കയറി ഇരിക്കുകയാണ്. അപ്പോൾ ഞങ്ങളിനി ലഞ്ച് കഴിക്കണം, ഹോട്ടലിലേക്ക് പോകണമെന്നുള്ള കൺഫ്യൂഷനിലാണ്. ഇതാണ് ഞങ്ങളുടെ ഗൈഡ് ആസിഫ്. ഹായ് ഗൈസ്, ഞങ്ങളിങ്ങനെ ഹോട്ടലൊക്കെ ചെക്ക് ഇൻ ചെയ്ത് കഴിഞ്ഞിട്ട് അരമണിക്കൂറിനുള്ളിൽ എല്ലാവരും കുളിച്ച് റെഡിയായി ഇറങ്ങി. ഇതാണ് എല്ലാവരുടെയും ഔട്ട്ഫിറ്റ്സ്. ഞങ്ങൾ എല്ലാവരെയും അവിടെ എത്തിയിട്ട് കാണിച്ചു തരാം. ഇപ്പം ഞങ്ങളൊരു 1 hour ഡ്രൈവ് ചെയ്തിട്ട് തനാൽ ലോട്ട് ടെമ്പിളിലേക്ക് പോയിക്കൊണ്ടിരിക്കുക. ഞങ്ങളപ്പോൾ ഫുഡിന് വേണ്ടിയിട്ട് എന്താ ചെയ്താൽ വെച്ച് കഴിഞ്ഞാൽ ഞങ്ങളപ്പോൾ ഫുഡ് കഴിച്ചത് ബർഗർ കിങ്ങിനായിരുന്നു. അപ്പോൾ ഞങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും കൂടുതൽ കറൻസി കൺവേർഷനിൽ ബിരുദമുള്ള ഉഗുവിൻ്റെ കയ്യിലേക്ക് ഞാനിത് കൊടുക്കുകയാണ്. ഉഗു ആണ് കറൻസി കൺവേർഷനിൽ ഒരു വലിയ പങ്ക് വഹിച്ചത്. ഉഗു എവിടെയാണ് ഗൈസ്? ഉഗു, യെസ്. ഇവിടെ നമ്മൾ എത്ര രൂപയ്ക്കാണ് നമ്മൾ കൺവേർട്ട് ചെയ്തത്? ഞങ്ങൾ $300 കൺവേർട്ട് ചെയ്തത്. ഞങ്ങൾ ഡോളറിന്നാണ് ഞങ്ങൾ കൺവേർട്ട് ചെയ്തത്. ഞങ്ങൾക്ക് അറൌണ്ട് 4.7 million കിട്ടി. മില്യൺ ആട്ടോ, മില്യൺ റുപ്പീസ് ഞങ്ങളുടെ കയ്യിൽ ഇപ്പൊ ഉണ്ട്. നാട്ടിലത്തെ വില വെച്ച് നോക്കുമ്പോൾ ഇവിടെ കുറച്ച് 47,000 അങ്ങനെ കണ്ടാന്ന് തോന്നുന്നു. ബർഗർ കിങ് കഴിച്ചപ്പോ നാട്ടിലത്തെ പ്രൈസിങ് വെച്ച് നോക്കുമ്പോൾ കുറച്ച് എക്സ്പെൻസീവ് ആണ്. പിന്നെ എനിക്ക് തോന്നുന്നു കുറച്ചും കൂടെ വെറൈറ്റീസ് ഉണ്ട്. ബീഫ് ഒക്കെ ട്രൈ ചെയ്യാൻ പറ്റും. നാട്ടില് ഇല്ലാത്തൊരു സംഭവമായിരുന്നു ബീഫ് ബർഗർ. അത് ഇവിടെ കണ്ടുള്ളൂ. ഞാൻ ബർഗർ കിങ്ങിൽ ഒരിക്കലും ബീഫ് ബർഗർ കണ്ടിട്ടില്ലല്ലോ. എപ്പോഴും ചിക്കൻ കണ്ടിട്ടുള്ളൂ. അപ്പൊ ഞങ്ങൾ ബീഫ് ട്രൈ ചെയ്തു. ഗൈസ്, പിന്നെ അനഘയുടെ ബർത്ത്ഡേ ആണ് ഇന്ന്. എല്ലാവരും ഈ ഇതിന്റെ താഴെ കമന്റ് ചെയ്യണം. എനിക്ക് അറിയാൻ കുറച്ച് കഴിഞ്ഞിട്ടായിരിക്കും ഇത് പോസ്റ്റ് ചെയ്യും, പക്ഷെ എന്നാലും അനഘയ്ക്ക് ഇത് കാണുമ്പോൾ ഹാപ്പി ആവും. എസ്പെഷ്യലി അനഘയുടെ അനിയൻ എപ്പോഴും ഞങ്ങളുടെ വീഡിയോസ് കാണുന്നുണ്ടെന്ന് ഞങ്ങൾക്കറിയാം. അവരൊരു ഹായ്. അപ്പൊ ഗൈസ്, പിന്നെ ഒരു കാര്യം ഇവിടെ ശ്രദ്ധിക്കാനുള്ളതെന്ന് പറഞ്ഞാൽ കറൻസി കൺവേർട്ട് ചെയ്യുന്ന സമയത്ത് ഏറ്റവും റേറ്റ് കൂടുതലുള്ളിടത്ത് പോയിട്ട് തന്നെ കൺവേർട്ട് ചെയ്യണം. ഞങ്ങൾക്കിപ്പോൾ കുറച്ച് റേറ്റ് കുറവിനാണ് കിട്ടിയത്. ഞങ്ങൾ പിന്നെ പോയപ്പോഴാണ് കുറച്ചുകൂടെ കൂടുതൽ പൈസക്ക് ഉണ്ടെന്ന് മനസ്സിലായേ. ബാലിയിൽ ആരെങ്കിലും പോകാൻ പ്ലാൻ ഉണ്ടെങ്കിൽ ഐ തിങ്ക് ഇറ്റ് വിൽ ഓക്കെ. ആ ഉള്ളിയുടെ ഔട്ട്ഫിറ്റ്, റിസ കിടന്നുറങ്ങി, മീനും കിടന്നുറങ്ങി. ഓക്കെ, അനഘ ഇവിടെ ഉണ്ട്. എനിക്ക് കാണുന്നില്ല ആക്ച്വലി, നല്ല വെയിലും ഉണ്ട്. അപ്പോൾ ബാക്കി ഞങ്ങൾ തനാൽ ലോട്ടിൽ ചെന്നിട്ട് കാണിച്ചു തരാം. ആൻഡ് ഇതാണ് ഞങ്ങളുടെ ഗൈഡ്. സേ ഹായ്. ഹലോ. ഓക്കെ, ബൈ ബൈ. സോ Balinese and Indonesian, which type of food? If Balinese in here famous with the suckling pig, babi guling. Okay. Yeah, and then chicken betutu the name. Chicken betutu. Yeah, it the spicy taste with the more spice, Balinese spice too. Okay. Okay. Rice, is there something? Oh, rice it's the mine. Every food here we eat with the rice too. Any dessert, like in Thailand we will get mango sticky rice and all those things, no, like that? Any desserts? Mango sticky rice have to here, but maybe not too much. Okay. But if you going to the some places like in
Canggu maybe. Have a many famous restaurant there. You can get it. Okay. Like any specific desserts that you Only Dubai. from Bali? Like, do you have any suggestions for desserts? Like, Oh, Balinese dessert. Balinese dessert. Maybe you can try some pisang goreng. pisang goreng. Pisang goreng. This is the banana, fried banana. Okay. Yeah, sometimes they use. That we have named it as Parampuri in Kerala. And have some traditional snack. Okay. Yeah, they make it from sticky rice with and then put the palm sugar. Okay. Yeah, on the top there. Okay. But I don't know the name in English. That's Okay. the problem. Okay. So ആക്ച്വലി ബാലി ഭയങ്കര സിമിലർ ടു കേരളയാണ്. ഞങ്ങൾക്ക് കൊച്ചിയിലൊക്കെ വന്നൊരു ഫീലാണ് ഇപ്പൊ കിട്ടുന്നത്. ബാക്കി പോയി കഴിയുമ്പോ അറിയത്തില്ല. ഞങ്ങള് നമ്മുടെ പാട്ടും വെച്ചിട്ടാണ് പോകുന്നത്. ഇരിക്കുകയാണ്. അപ്പൊ ഞങ്ങളിവിടെ എൻട്രി കൗണ്ടറിൽ നിൽക്കാണ്. ഇവിടെ എല്ലായിടത്തും ഇങ്ങനത്തെ ഗേറ്റ്സ് നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പൊ നിങ്ങൾ ബാലിയിൽ വരുന്നവർ ഓരോ ഗേറ്റും കണ്ട് തെറ്റിദ്ധരിക്കാതിരിക്കട്ടെ. സോ ഇവിടെ നമ്മൾ ടിക്കറ്റ് ഒക്കെ എടുത്ത് കഴിഞ്ഞിട്ട് നമ്മൾ സൺസെറ്റ് കാണാൻ പോകും. നല്ല വെട്ടമുണ്ട്. ഗൈസ്, ഇതാണ് തനാഹലോട്ടിന്റെ എൻട്രൻസ്. ഞങ്ങളപ്പോൾ ഇതിപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇത് കഴിഞ്ഞിട്ട് ഈ തനാഹലോട്ട് എന്ന് പറയുന്നത് ഒരു ബീച്ചിലുള്ള ഒരു അമ്പലമാണ്. സോ ഇവിടെ കുറേ ഷോപ്പിങ്ങിനുള്ള ഏരിയാസ് ഉണ്ട്. അപ്പോൾ ഞങ്ങളിപ്പോൾ അങ്ങോട്ട് കിടക്കാൻ പോവുകയാണ്. ബാക്കി എല്ലാവരും പുറകെ വരുന്നുണ്ട്. തനാഹലോട്ടിലൊക്കെ ഇവിടെ കുറേ ഷോപ്സ് ഉണ്ട് ഷോപ്പ് ചെയ്യണമെങ്കിൽ. എനിക്ക് തോന്നുന്നു സൺസെറ്റിന് സമയം ആയിട്ടുണ്ട്. ഞങ്ങളിപ്പോൾ അങ്ങോട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. അവരെല്ലാവരും ബാക്കിൽ ഇതേ നടന്നു വരുന്നുണ്ട്. യെസ് ഗായ്സ്, നമ്മൾ റീൽസിലൊക്കെ കാണുന്ന ഈ ഒരു ടെമ്പിളിൻ്റെ വാളിലേക്ക് നമ്മളിവിടെ എത്തി. ഇതെന്ന് പറയുന്നത് ഇവിടെ ഭയങ്കര ഫേമസ് ആയിട്ടുള്ളൊരു സ്ട്രക്ചറാണ്. നല്ല രസമല്ലേ കാണാനായിട്ട്. ഇവിടുത്തെ അടുത്ത ഗേറ്റ് തന്നെ അവിടെ ഒരു ഫോട്ടോഗ്രാഫർ ആക്കി അവർ മാറ്റി. ഞാനവിടെ നിന്ന് കുറേ പേർക്ക് ഫോട്ടോ എടുത്തു. പക്ഷെ നല്ല ഫോട്ടോ ഒന്നും ഞങ്ങൾക്ക് ആർക്ക് കിട്ടിയിട്ടില്ല. ഇപ്പം ഞങ്ങൾ ഇതിൽ ഇപ്പം നടന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഇങ്ങനെ കുറേ ആൾക്കാരുണ്ട്. ഭയങ്കര സമയം എടുക്കും നമുക്ക് നല്ലൊരു ഫോട്ടോസൊക്കെ കിട്ടാനായിട്ട്. അതാണ് പ്രശ്നം. ഞങ്ങൾ ഇതിക്കിടെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഗൈസ്, ഇവിടുത്തെ സൺസെറ്റ് കാണാൻ അടിപൊളിയായിട്ടുണ്ട്. ഇവിടെ വന്ന ഒരു തിയറി ഉണ്ട്. എന്ന് വെച്ചാൽ ഇവിടെ കപ്പിൾസായി വന്നു കഴിഞ്ഞാൽ അവർ ബ്രേക്കപ്പ് ആവുമെന്നാണ് പറയണത്. പക്ഷേ ഇത് ആക്ച്വലി നേരി കാണാൻ ഭയങ്കര ഭംഗിയുണ്ട്. മീൻസ് ഭയങ്കര ഭംഗിയുണ്ട്. പക്ഷേ അതെനിക്ക് ഈ ക്യാമറയിൽ എങ്ങനെ ഇത് കാണിക്കുമെന്നാണ് എനിക്ക് അറിയത്തില്ലാത്ത. ആക്ച്വലി നല്ല രസമുണ്ട് ഇത്. ഗൈസ്, ഞങ്ങൾക്ക് വലിയൊരു അബദ്ധം പറ്റി. ഇതായിരുന്നു ഇവിടുത്തെ മെയിൻ പോയിന്റ്. സൺസെറ്റും ജീവിതവും എല്ലാം കഴിഞ്ഞിട്ട് ഞങ്ങളിവിടെ നാളെ ഉദിക്കാറായപ്പോഴത്തേനും ഇവിടേക്ക് എത്തിയിട്ടുണ്ട്. പക്ഷെ ആക്ച്വലി പ്ലേസ് കാണാൻ നല്ല രസമുണ്ട്. പക്ഷെ ഇവിടെ ഇപ്പോഴും ഒരു വൈബ് ഉണ്ട്. വേണമെങ്കിൽ എല്ലാവരുടെയും സിംഗിൾ എടുത്തോ. മീൻസ് ഒരു നല്ലൊരു ഇത് അവിടെ നിന്നിട്ട്. ഇല്ല, എന്റെ കുറെ എടുത്തു. ഇവരുടെ ഒക്കെ എടുക്കാം. ഗൈസ്, കിളികൾ ബീച്ചിന്റെ സൈഡിലാണ് ഞങ്ങൾ ഇവിടെ ഇരിക്കുന്നത്. ഞങ്ങളെല്ലാവരും കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. ഫോട്ടോസൊക്കെ എടുത്തിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. അനേക്ക് വിശക്കുന്നുണ്ട്. നമുക്ക് ഡിന്നർ ഇനി എവിടെ നിന്നാണ് നോക്കേണ്ടത്. അത് കഴിഞ്ഞിട്ടെല്ലാം സെറ്റാക്കണം. ഞങ്ങളിവിടെ തനാഹലോട്ടിൽ നിന്ന് ഇറങ്ങുകയാണ്. ഇവർക്കൊക്കെ നന്നായിട്ട് വിശക്കുന്നുണ്ട്. അനഘ ഇപ്പോൾ കരയും. അനഘയുടെ അനിയൻ ഇത് കാണുമ്പോൾ കരയരുത്. ഞങ്ങൾ ഒരു ബർഗറാണെന്ന് കഴിച്ചേക്കുന്നത്. അതാണ് മെയിനായിട്ട്. പിന്നെ ഫ്ലൈറ്റിൽ നിന്ന് കുറച്ച് ഫുഡ് കഴിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെയൊക്കെയാണ്. ഫ്ലൈറ്റിൽ നിന്ന് കുറെ കുത്തി കയറ്റിയോണ്ട് വലിയ കുഴപ്പമുണ്ടായിരുന്നില്ല. ഗൈസ്, എല്ലാവരുടെയും ഔട്ട്ഫിറ്റ്സ് ഞാൻ കാണിക്കാം. റിസ ബോട്ട് ദിസ് ഔട്ട്ഫിറ്റ് ഫ്രം വിശാൽ മാർട്ട് ഇൻ ബാംഗ്ലൂർ ഫോർ 900 rupees. സ്നേഹ ഒരു 10,000 തവണ വെസ്റ്റ് സൈഡിൽ പോയിട്ട് എടുത്ത ഡ്രസ്സാണിത്. ഒരേ ഡ്രസ്സ് എല്ലാ ദിവസവും ഇട്ട് നോക്കി ഇട്ട ഡ്രസ്സാണ്. മീനു 2 വർഷം മുന്നേ വാങ്ങിച്ചു വെച്ച ഡ്രസ്സ് ഇട്ടു. അനഘ സാവാനയിൽ നിന്നാണ്. ഒളി ഈസ് ഫ്രം H&M. അവിടെ നിന്നൊക്കെയാണ്. എൻ്റെ ടോപ്പ് ഇസ് ഫ്രം അസോട്ടെ ആൻഡ് ഷോർട്സ് ഈസ് ഫ്രം ഓഫർ പ്രൈസ് ഫ്രം H&M. ബാലിയിലെ ഗാന്ധിജിയാണെന്ന് തോന്നുന്നു. പൂ വെച്ചിരിക്കുന്നുണ്ട്. ഞങ്ങളിപ്പോൾ ഇവിടെ ഫുഡ് കഴിക്കാൻ വേണ്ടി വന്നേക്കാം. ഇവിടെ തനാഹലോട്ടിൻ്റെ തൊട്ടടുത്ത് തന്നെയുള്ള ഒരു പ്ലേസിലാണ് വന്നേക്കുന്നത്. നല്ല ഇരുട്ടൊക്കെ ഉണ്ട്. ഉള്ളിൽ കയറി ചെല്ലുമ്പോൾ എങ്ങനെയാണെന്ന് നോക്കാം. അനഘയുള്ളതുകൊണ്ട് പേടിക്കാനില്ല.
ഓക്കെ ഗൈസ്, അപ്പൊ നമ്മൾ ഇനി ഇവിടുത്തെ ട്രഡീഷണൽ ബാലി ഫുഡ് കഴിക്കാനാണ് വന്നേക്കുന്നത്. ഐ ഹോപ്പ് ഇത് അനഘയുടെ ഫയർ ഫിൽ ചെയ്യുമെന്ന്. വെള്ളത്തിലാ, പേടിക്കണ്ട. ഇവിടെ ചക്ക ഉണ്ട് ഗൈസ്. ബാലി ഇസ് വെരി സിമിലർ ടു കേരള. ഞങ്ങളിപ്പോ ഇവിടെ വന്നേക്കുന്നത് ബെബക് സാരി ഉമ തനാഹലോട്ട് ബാലിയിലാണ്. ഞങ്ങളുടെ ഫ്രണ്ട്സ് അവിടെ ഇരിക്കുന്നുണ്ട്. ഞങ്ങൾ ഇനി കൈയും കാലും കഴുകിയിട്ടൊക്കെ അവിടെ ചെല്ലാം. അവിടെ എല്ലാവരും ഫുഡിന് വേണ്ടിട്ട് ഇരിക്കുന്നുണ്ട്. എങ്ങനെയുണ്ടടാ? നല്ലാണോ? ഫുഡൊക്കെ ഉണ്ടോ? അതിന്റെ പകുതി ഇങ്ങോട്ടേക്കാട്ടോ ഒഴിക്കണ്ടേ ഗൈസ്. പഴംപൊരിയിലേക്ക് ചോക്ലേറ്റും ചീസും ഒഴിക്കുന്ന ഉഗുവും ഒളിയും. ഞങ്ങള് ഡെസേർട്ടായി പറഞ്ഞത് പഴംപൊരിയാണ്. നോക്കിയിരിക്കുന്ന റിസ, കോല് പോലെ ഇരിക്കുന്ന മീനു, മൈൻഡ് ചെയ്യാതിരിക്കുന്ന അനഘ, തലവേദനയുള്ള പ്രജീഷ്. പഴംപൊരിയിൽ നമ്മൾ എന്തൊക്കെയാണ് ഒഴിച്ചിരിക്കുന്നത്? ഷുഗർ ആൻഡ് ചോക്ലേറ്റ്. അതിന് മേലെ നമുക്ക് ചീസ്. ഞാൻ എന്തെങ്കിലും കാണിക്കും. ചോക്ലേറ്റ് ചീസ് ചുമ്മാ സ്പ്രെഡ് ചെയ്ത് നോക്കാം. 2 പീസ് വീതം. അത് 3 എണ്ണത്തിനാ. ശരിയല്ല, 2 എണ്ണല്ല പറഞ്ഞത്. ഗൈസ്, ഞങ്ങൾ ഫുഡ് കഴിച്ചു. ഫുഡ് നമുക്കത്ര പിടിക്കത്തില്ല. എന്നുവെച്ചാൽ എവിടെ വന്നാലും മലയാളികൾ എനിക്ക് തോന്നുന്നു അവനവന്റെ ഫുഡ് കഴിച്ച് ജീവിക്കത്തുള്ളൂ എന്ന് തോന്നുന്നു. അപ്പോ പക്ഷെ എനിക്ക് ഇഷ്ടമായി ഗൈസ്. ഇതാണ് സാധനം, പഴംപൊരി. പഴംപൊരിയില് ചോക്ലേറ്റ് സിറപ്പും പിന്നെ എന്താ കാരമൽ സോസ് ഒക്കെ ഒഴിച്ച പോലെ പാം ഷുഗർ, പിന്നെ ഈ ചീസും. ബാക്കിയെല്ലാം കൈ കൊണ്ട് റിസയും ഉഗും മാത്രം ഫോർക്കും നൈഫും വെച്ചാൽ. ഗൈസ്, ബാലിയിലെ വലിയ ബീച്ച് ക്ലബിലേക്കാണ് ഞങ്ങൾ പോകുന്നത്. പക്ഷെ ഞങ്ങൾ വെച്ചിരിക്കുന്ന പാട്ട് മലയാളം ഇപ്പോഴും. ഫ്രണ്ട്സ്, വേൾഡ്സ് ബെസ്റ്റ് ബീച്ച് ക്ലബ്. ഗൈസ്, ഇതാണ് വേൾഡ്സ് ബെസ്റ്റ് ബീച്ച് ക്ലബ്. ഞങ്ങൾക്ക് അറിയത്തില്ല ഞങ്ങളിവിടെ കയറ്റുന്നത്. ഫ്രീ എൻട്രി ആണെങ്കിൽ അടിപൊളിയായിരിക്കും. മീൻസ് അത്രയും വൈബാണ്. ഇവിടുത്തെ സെക്യൂരിറ്റി ചെക്ക് ഒക്കെ കഴിഞ്ഞ് കയറാൻ പറ്റുമോ നമുക്ക് നോക്കാം. ഗൈസ്, ഇവിടെ നല്ല ഷോപ്പിംഗ് ഏരിയ ഒക്കെ ഉണ്ട്. ബിക്കിനി സെറ്റ്സ് ഒക്കെ ഉണ്ട്. ഇനി ഞങ്ങൾക്ക് അറിയത്തില്ല, ഇവിടം വരെ ഞങ്ങൾ എത്തിയിട്ടുണ്ട്. ഇനി മുന്നോട്ട് ഞങ്ങൾക്ക് കയറാൻ പറ്റുമോ എന്നുള്ള കാര്യം ഞങ്ങൾക്ക് അറിയത്തില്ല. ലെറ്റ്സ് സീ വെദർ വി ക്യാൻ ഗോ ഇൻസൈഡ്. ഫ്രീ എൻട്രി ആണ്. ഓ മൈ ഗോഡ്. ഇവിടെ മൊത്തം പാർട്ടി വൈബാണ്. ഇവിടെ പല ടൈപ്പ് ഉള്ള ഉണ്ട്. ഞങ്ങളിവിടെ ടിക്കറ്റ് ഒന്നും എടുത്തിട്ടില്ല. ഞങ്ങൾ ജസ്റ്റ് 1 ഡേക്ക് വേണ്ടിയിട്ട് വന്നോണ്ട് ഇവിടെ ഓരോ സെക്ഷൻസ് ഉണ്ട്. ഗാർഡൻ പൂൾ പാർട്ടി. ഗാർഡൻ പൂൾ പാർട്ടി ഇതാണ് ഗാർഡൻ പൂൾ പാർട്ടി. ഫുഡൊക്കെ കഴിച്ച് ഫിൻസിൽ പോയിട്ട് തിരിച്ചിവിടെ ഞങ്ങളുടെ ഹോട്ടലിൽ വന്നിട്ടുണ്ട്. ഞങ്ങളിവിടെ ജയ്പൂർ ഹോട്ടലാണ് നിൽക്കുന്നത്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഇവിടുത്തെ തൊട്ടടുത്തുള്ളൊരു മാർട്ടിൽ വരാമെന്ന് ഓർത്തു, റിസയ്ക്ക് ഷുഗർ ക്രേവിങ്സ് ആയിട്ട്. അപ്പോൾ ഞങ്ങൾ ഇവിടെ കയറിയിട്ട് കാണിച്ചു തരാം എന്തൊക്കെയുള്ളത്. ഇവിടെ എന്തെങ്കിലും സ്പെഷ്യൽ ഉണ്ടോയെന്ന് എനിക്ക് അറിയത്തില്ല. ഇവിടെയാ
ഇവിടെ കണ്ടോ എല്ലാം ഉണ്ട്. മിനിയേച്ചർ മറ്റേ സ്റ്റോർ പോലെ കുപ്പിയുണ്ട്, കുപ്പിയുണ്ട്, എല്ലാം ഉണ്ട്. നിങ്ങൾ എന്തെങ്കിലും വാങ്ങിക്കുന്നുണ്ടോ ഗൈസ്? നമ്മുടെ നാട്ടിൽ കിട്ടാത്ത കുറേ ചീറ്റോസിന്റെ സെക്ഷൻസ് ഒക്കെ ഇവിടെ ഉണ്ട്. പിന്നെ ഞാനിവിടെ വേറെ പ്രത്യേകിച്ച് തോന്നുന്നു കുറേ വാഫിൾസ് ഒക്കെ ഉണ്ട്. പിന്നെ മാഗ്നത്തിന്റെ ഐസ്ക്രീമാണുള്ളത്. ഇതെനിക്ക് തോന്നുന്നു മറ്റു ലോട്ടസ്, ദിസ് ഇസ് ദാൻ സെഹത്ത് എന്താണോ എന്തോ. ഇവിടെ ഐസ്ക്രീംസ് എന്തൊക്കെയുണ്ട് ഗൈസ്? നിങ്ങളിത് കണ്ടിട്ടുണ്ടോ? മാഗ്നത്തിന്റെ മാച്ച ക്രംബിൾ കണ്ടിട്ടുണ്ടോ? അതാണിത്. വാങ്ങിക്കടി. ഞങ്ങളിപ്പോ റൂമിലെത്തി. ഇപ്പൊ സമയം 12:45. നാളെ രാവിലെ 5 മണിക്ക് ഞങ്ങൾക്ക് എഴുന്നേക്കണം. 5 മണിക്ക് എഴുന്നേറ്റ് നുസാപ്പെരിയുടെ പോകാനുള്ളത്. സ്റ്റോറി ഇട്ട് ഇപ്പൊ കഴിഞ്ഞിട്ടേ ഉള്ളൂ. എന്താണ് മീനു പറയാനുള്ളത്? ഇന്നത്തെ ഡേ എങ്ങനെയുണ്ടായിരുന്നു? ഇന്നത്തെ ഡേ നല്ല രസമായിരുന്നു. ടയറിങ് ആയിരുന്നു. 2 ഫ്ലൈറ്റ് മാറി കയറി വന്നോണ്ട് കുറച്ച് ക്ഷീണുണ്ടായി. പക്ഷെ നല്ലതായിരുന്നു. ഏറ്റവും ഇഷ്ടപ്പെട്ട ഇതേതാ? എക്സൈറ്റ്മെന്റ് തോന്നിയത് ഫിൻസ് ക്ലബ്ബ് പോകുന്ന സമയത്ത്. അതെ, ഫിൻസ് ക്ലബിന്റെ വിഷ്വൽസ് നിങ്ങൾക്ക് ഇതിൽ കണ്ടു കഴിഞ്ഞാൽ തന്നെ മനസ്സിലാകും. ഭയങ്കര എക്സൈറ്റ്മെന്റ് ആണ്. ഞങ്ങൾ ആകെ 30 മിനിറ്റ്സ് അവിടെ നിന്നുള്ളൂ. കാരണം ഞങ്ങൾക്ക് അവിടെ പോകാൻ പ്ലാൻ ഉണ്ടായിരുന്നില്ല. അപ്പം ഞങ്ങൾ 30 മിനിറ്റ്സ് നിന്നിട്ട് വേഗം വന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾക്കിപ്പോൾ നന്നായിട്ട് വിശക്കുന്നുണ്ട്. എന്താണെങ്കിലും വിശപ്പോടെ കിടന്നുറങ്ങാം. ഇന്ന് ഞങ്ങളുടെ Day 1 വ്ളോഗ് ഇതിലൂടെ ഞങ്ങൾ നിർത്തുകയാണ്. നാളെ ഇനി ഞങ്ങൾ വേറെ സ്ഥലത്തേക്ക് പോവാണ്. ഈ വീഡിയോ എന്ന് പറയുമ്പോൾ ഒരു തട്ടിക്കൂട്ടാന്ന് അറിയാം, പക്ഷെ എന്നാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ ബൈ പറഞ്ഞപ്പോഴാണ് ഒരു കാര്യം ഓർത്തത്. ഞങ്ങൾ ഈ ട്രിപ്പ് വരാൻ വേണ്ടി ഏറ്റവും കൂടുതൽ ഹെൽപ്പ് ചെയ്തേക്കുന്നത് ഡ്രീംഫിൽസ് ഇന്റർനാഷണൽ എന്ന് പറഞ്ഞിട്ടൊരു ട്രാവൽ പാർട്ട്ണർ. ഇത് കൊച്ചി ബേസ്ഡ് ഒരു ട്രാവൽ പാർട്ട്ണറാണ്. ഇതിൽ അർജുനാണ് ഞങ്ങൾക്ക് ഈ ട്രിപ്പ് ഓർഗനൈസ് ചെയ്ത് തന്നത്. ഞങ്ങൾ മോർ ഡീറ്റെയിൽസ് മെൻഷൻ ചെയ്യാം. മീനു ഓൾറെഡി അർജുനോട് തായ്ലൻഡ് പോയിട്ടുണ്ട്. അപ്പോൾ ആ പരിചയത്തിലാണ് ഞങ്ങൾ ഡ്രീംഫിൽ ചൂസ് ചെയ്തത്. ആക്ച്വലി ഞങ്ങൾക്ക് എല്ലാ ആക്ടിവിറ്റീസൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു പാക്കേജ് ആയിരുന്നു. ഞങ്ങൾക്ക് എന്നുവെച്ചാൽ ഇപ്പോൾ ഗേൾസ് ട്രിപ്പൊക്കെ പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് സേഫ്റ്റി എന്നുള്ള ഒരു കൺസേൺ ഉണ്ടെങ്കിൽ നിങ്ങളൊന്നും പേടിക്കണ്ട. ഈ ഒരു ടൂർ പാക്കേജ് എടുത്തതിന് സെറ്റാണ്. പിന്നെ നിങ്ങൾക്ക് എന്ത് ഡൗട്ട്സ് ഉണ്ടെങ്കിലും പുള്ളി, ഞങ്ങൾക്ക് തന്നെ ഒരു 10,000 ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. ഞങ്ങളൊരു കുറേ ടൂർ പാക്കേജസ് നോക്കിയിട്ടാണ് സത്യം പറഞ്ഞാൽ ഈ ഒരു ട്രിപ്പ് അറേഞ്ച് ചെയ്തത്. അപ്പോൾ ഞങ്ങൾക്ക് ഏറ്റവും ബെസ്റ്റ് എന്ന് തോന്നിയത് ഡ്രീംഫിൽസ് ആയതുകൊണ്ട് ഞങ്ങൾ ചൂസ് ചെയ്തതും. പിന്നെ ഫസ്റ്റ് ഇൻ്റർനാഷണൽ ട്രിപ്പ് ഞങ്ങളുടെ. അപ്പോൾ ഞങ്ങൾക്കിത് ഭയങ്കര സെറ്റായിട്ട് തോന്നി. എന്നുവെച്ചാൽ ഭയങ്കര സേഫാണ്. ഇപ്പോൾ റൂമൊക്കെ ആണെങ്കിലും നല്ല സെറ്റാണ്. പിന്നെ ഗൈഡാണെങ്കിലും അവർ അറേഞ്ച് ചെയ്തതൊക്കെ അടിപൊളിയാണ്. അപ്പോൾ നിങ്ങൾ എന്താണെങ്കിലും ഇപ്പോൾ ഒരു ട്രിപ്പൊക്കെ പ്ലാൻ ചെയ്യാനുണ്ടെങ്കിൽ ഡ്രീംഫിൽസിനെ കോൺടാക്ട് ചെയ്യാം. ഗേൾസ് ട്രിപ്പൊക്കെ പ്ലാൻ ചെയ്യുക. ഇതൊക്കെ ഇപ്പോഴേക്കേ നടക്കുള്ളൂ. അപ്പോൾ ഗൈസ് ശരി, എന്നാൽ നാളെ ഇനി ഞങ്ങൾ പുതിയ വ്ളോഗുമായി വരാം. ഇനി ഇതൊക്കെ പോയി നേടി ചെയ്യണം. ബൈ ബൈ. ബൈ, ഗുഡ് നൈറ്റ്.